എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 4 പഞ്ചായത്തുകളാണ് വരുന്നത്. കടുങ്ങല്ലൂർ, കരിമാലൂർ, ആലങ്ങാട്, വരാപ്പുഴ. ഇതിലെടുത്തു പറയേണ്ടത് നമ്മുടെ വേലിയേറ്റ സമയത്ത് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് വരാപ്പുഴ മേഖലയിൽ, അവിടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേവസ്വം പാട ഭാഗങ്ങളിലെല്ലാം എല്ലാ ദിവസവും എന്നോണം ഈ വേലിയേറ്റം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ആ വരാപ്പുഴ ഭാഗത്തല്ലാതെ കൈവഴികൾ ഒഴുകുന്ന, പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന ഭാഗത്തുള്ള കരിമാലൂർ, ആലങ്ങാട് ഭാഗത്തുള്ള തോടുകൾ വരെ വേലിയേറ്റ സമയത്ത് വളരെ ബുദ്ധിമുട്ടി ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം കയറുക, അവിടെ ആ വെള്ളം കയറിയതിന് ശേഷം ചെളി രൂപാന്തരപ്പെടുക. എല്ലാ ദിവസവും ഈ ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു പദ്ധതി വെക്കാൻ നമുക്ക് ഒരു നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിയാണ്. വേലിയേറ്റ സമയത്തുള്ള ഒരു പ്രകൃതിക്ഷോഭം എന്നുള്ള രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതിനെന്തെങ്കിലും ഒരു പദ്ധതി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ നമ്മുടെ ആ ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ സർക്കുലറിലൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ്. സാധാരണ വലിയ വെള്ളപ്പൊക്കം വരുമ്പോഴാണ് നമ്മളതൊരു ദുരന്തം എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ആലങ്ങാട് പഞ്ചായത്തുള്ള ഒരു രാധചേച്ചിയുടെ വീട്ടിൽ വെള്ളം കയറിയുണ്ടായിരുന്നു. ആലങ്ങാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചെന്നെങ്കിൽ പോലും അവരെ നമുക്ക് സഹായിക്കാനായിട്ട് ഒരു പരിമിതി വരെ നമുക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചേച്ചീനെ അങ്ങോട്ട് മാറ്റാനോ എങ്ങോട്ടും മാറ്റാനായിട്ട് നമുക്ക് നിർവാഹമില്ലാത്തൊരു സ്ഥിതിയുണ്ട്. എന്നാൽ അവരുടെ വീടിൻ്റെ അടുത്ത് പുഴയോ ഒന്നുമില്ല, ചെറിയൊരു തോടാണ് പോകുന്നത്. ആ തോട്ടിൽ നിന്നാണ് ആ വെള്ളം കയറുന്നത്. തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നു എന്ന് പറയുന്നത് തന്നെ മലിനജലമാണ് അകത്തേക്ക് കയറി പോകുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ രാധചേച്ചിയെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീട്ടുകാർ ആ പരിസരത്തും അല്ലാതെ നമ്മുടെ ദേവസ്വം പാടം പരിസരത്ത് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചില അംഗൻവാടികളിൽ വരെ ഈ വെള്ളം കയറുന്ന ഒരു സ്ഥിതി നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ദുരന്ത നിവാരണത്തിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനൊരു മാറ്റം എന്ന രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണം അതിനൊരു വലിയ മുൻകൈ എടുത്ത് ഇതൊരു ദുരന്തമായിട്ട് തന്നെ എടുക്കണം. ഡെയിലി ഒരു വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാറ്റം, അതിനൊരു എന്തെങ്കിലും ഒരു ആധികാരികമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനൊരു എന്തെങ്കിലും ഒരു പോംവഴി അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദുരന്ത നിവാരണത്തിൽ ഈ വേലിയേറ്റം കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നും കൂടി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ, ഞങ്ങളുടെ ഭരണസമിതി എന്ന നിലയിൽ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥനയും കൂടിയാണത്. അപ്പോൾ അത് നമ്മുടെ പദ്ധതിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആളുകളെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്.